തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു. രോഗികളെ തൽക്കാലത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, വിവരങ്ങൾ. ആതിര, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അശ്വിനി ഹോസ്പിറ്റലിന്റെ മുൻവശത്താണ്. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, വെള്ളം കയറി ഇപ്പോൾ ആശുപത്രിക്ക് ഉള്ളിലേക്കും ഈ വെള്ളം കയറിയിട്ടുണ്ട്. രോഗികളെ തൽക്കാലം ഈ വാർഡുകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ തന്നെയാണ് ഈ ആശുപത്രിയിലേക്ക് വെള്ളം കയറിയിരുന്നു. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിലൊക്കെ ഈ ഒരു വെള്ളം ഈ ആശുപത്രിയുടെ മുൻവശത്ത് എല്ലാം തന്നെ കെട്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉള്ളിലേക്കും വെള്ളം പ്രവേശിച്ചിട്ടുണ്ട്. പിന്നീട് ഈ നാട്ടുകാരൊക്കെ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ രോഗികളുമൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ കാന നിർമ്മാണം, അശാസ്ത്രീയമായിട്ടുള്ള കാന നിർമ്മാണം തന്നെയാണ് ഇത്തരത്തിൽ ഈ വെള്ളം കയറുവാനുള്ള കാരണമെന്ന് തന്നെയാണ്. കാരണം മഴ പെയ്യുമ്പോൾ തന്നെ ഈ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഉള്ളിലേക്ക് കയറി ഈ വാർഡുകളിലേക്കും, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അത്യാഹിത വിഭാഗത്തിന് ഉള്ളിലേക്ക് വരെ ഈ വെള്ളം കയറിയിരിക്കുന്നു. അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ തന്നെയാണ് വെള്ളം ഉള്ളിലേക്ക് കയറി അവിടെ നിന്നും രോഗികളെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ അധികൃതരും വലിയ വിഷമത്തിലാണുള്ളത്. കാരണം ഇത്തരത്തിൽ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോടികളുടെ നഷ്ടം ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും മഴ പെയ്തത് കൊണ്ട് ഇത്രയധികം വെള്ളം ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഈ ആശുപത്രിയുടെ മുൻവശത്ത് രണ്ടു വശങ്ങളിലായും ഈ മുട്ടളവിലോളം വെള്ളം നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ഭാഗത്തും ഇത് തന്നെയാണ്. ഇതിന് മുന്നിലൂടെയാണ് റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നും റോഡിന് സമീപത്തുള്ള കാനയിൽ നിന്നുമുള്ള വെള്ളമെല്ലാം തന്നെ ഈ ആശുപത്രിക്ക് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്, ഒഴുകിയെത്തിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. ആശുപത്രിക്ക് ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രി അധികൃതരും നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ അവർക്ക് പറയുന്നത് ഇത്തരത്തിൽ നിരന്തരമായി ഈ മഴയുണ്ടാകുമ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെയാണ്. ഈ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുകൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമായി പെയ്യുമ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഇവിടെ രോഗികളും അതുപോലെ കൂട്ടിരിപ്പുകാരും മറ്റ് ആശുപത്രി അധികൃതരും ഒക്കെ ഉണ്ട്. എന്താ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഉള്ളിലേക്ക് കയറി നിൽക്കുകയാണ്. എന്തായാലും ഉള്ളിലത്തെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആശുപത്രിക്ക് ഉള്ളിലാണ് ഇത്. ഉള്ളിലെ ഓരോ വാർഡുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന സ്ഥിതിയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ. ആശുപത്രിക്ക് ഉള്ളിലാണ് ഇതൊക്കെ. ഇവിടെയുള്ള ജീവനക്കാർ വരെ ഈ വെള്ളത്തിൽ നിന്നാണ് അങ്ങോട്ടേക്ക് കയറി പോകേണ്ട അവസ്ഥയാണ്. എന്തായാലും ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് മുൻവശത്ത് മുഴുവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അശാസ്ത്രീയമായിട്ടുള്ള കാന നിർമ്മാണവും അതോടൊപ്പം തന്നെ റോഡിൻ്റെയൊക്കെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണമാണ് ഇത്തരത്തിലേക്ക് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വലിയ നഷ്ടം ഈ ആശുപത്രിക്ക് നിരന്തരമായി ഉണ്ടാകുന്നു. അത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത് തന്നെയായിരുന്നു അവസ്ഥ. വീണ്ടും വെള്ളം കയറി ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് വെള്ളം കയറിയിരിക്കുക. ഞങ്ങളുടെ ഈ ആശുപത്രിയിലെ ജീവനക്കാർക്കും അതുപോലെ ഞങ്ങൾ ആശ്രയിക്കുന്ന 36 വർഷമായിട്ട് ഈ തൃശ്ശൂരിന്റെ തലസ്ഥാനത്ത് വിശ്വാസം അർപ്പിച്ച ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ളൊരു അവകാശത്തെ ഞങ്ങളെ വളരെ വീർപ്പൂട്ടിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം ഞങ്ങൾ? ഇത് മുന്നിലെ PWD കാന പൊട്ടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്ര ഈ കുറവ് മാത്രം ഉണ്ടായത്. അല്ലെങ്കിൽ ഇനി കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങൾ സ്കാനിങ് മെഷീനും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. ഈ കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, റോഡിന്റെ പണിയൊക്കെ ഇതൊക്കെ തന്നെയാണ് ബാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ആശുപത്രിയുടെ പിറകിൽ തൃശ്ശൂർ വടക്കുന്നായന്റെ ശ്രീമൂലസ്ഥാനം തുടങ്ങി എല്ലാ പ്രദേശത്തെയും വെള്ളം ഒരൊറ്റ പോയിന്റിൽ ഒഴിച്ചു എത്തിയാൽ എന്താ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീടിന്റെ പിറകിൽ എല്ലാ പ്രദേശത്തെ വെള്ളം ഒന്നിച്ചൊരൊറ്റ അമിത വേഗത്തിൽ വന്ന് ഇരച്ചു കയറിയാൽ ഞങ്ങൾ എന്താ ഉണ്ടാവുക? അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയിലാണ്. ഞങ്ങളുടെ ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ ഒരു കാരണവശാലും നിലച്ചിട്ടില്ല. ഒരു കാരണവശാലും കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന രോഗികളെ നമ്മൾ മുകളിലേക്ക് മാറ്റി. എന്നാലും നമ്മൾ അതിജീവിക്കാൻ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അതിജീവനത്തിന്റെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. കഴിഞ്ഞ ഈ ഒരു വെള്ളം കയറിയ സമയത്ത് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി? 4 കോടി ഞങ്ങൾ കണക്കാക്കി വരുന്നുള്ളൂ. ഞങ്ങളുടെ മെഷീനും മാത്രമല്ലേ ഉള്ളൂ, ഫയലുകളും കാര്യങ്ങളും കുറേ ഉണ്ട്. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇത് ഇനിയും അതിൻ്റെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഓരോന്ന് നേരെയാക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും കിട്ടുക. ഇനി മഴക്കാലം എത്രയും കിടക്കണുള്ളൂ.
അപ്പോഴാണ് ഈ അവസ്ഥ. എന്ത് ചെയ്യണം ഞങ്ങൾ? വിഷമത്തോടു കൂടിയാണ് ഇത് പങ്കുവയ്ക്കുന്നത്. അതാണ് വളരെ വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇനിയും ഞങ്ങൾ നിൽക്കണം. വയ്യ ഇനിയും വയ്യ. ഇതിന് പരിഹാരം ആരാച്ച ബന്ധപ്പെട്ട ഏത് അധികാരികളായാലും ഇതിനൊക്കെ പരിഹാരമുണ്ട്. അതൊക്കെ പരിഹാര നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ വെള്ളക്കെട്ട് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇങ്ങോട്ടേക്ക് വെള്ളം എത്തുകയാണ്. അതെ, ഈ നില തുടരുകയാണെങ്കിൽ ഇത് എങ്ങനെ ഈ ആശുപത്രി പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ആശങ്കയിലാണ് ഞങ്ങൾ അധികൃതർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗികളെ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. രോഗികൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രോഗികളൊന്നുമില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി അങ്ങനത്തെ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അൾട്രാസൗണ്ട് സ്കാനിങ് എല്ലാം ഞങ്ങളിപ്പോൾ അൾട്രാസൗണ്ട് എല്ലാം ഇപ്പോൾ കയറ്റി വെച്ചിരിക്കുകയാണ്. മെഷീനറി എല്ലാം കയറ്റി വെച്ചിരിക്കുക വർക്ക് ചെയ്യാണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റി പൂർണ്ണമായിട്ട് അടച്ചു. രോഗികളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പരിഹാരമാർഗം കാണുവാൻ വേണ്ടി ഒരു അധികാരികളും ഈ നടപടിയൊന്നും സ്വീകരിച്ചു. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഈ വെള്ളം കയറിയതിന് ശേഷം ഞങ്ങൾ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അടിയന്തര നടപടിയായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലത്തെ ആ കാന പൊളിക്കുകയുണ്ടായി. കോർപ്പറേഷനായിട്ട് സഹകരിച്ചിട്ട് കാന പൊളിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ വന്നിട്ടില്ല, കുറേ തള്ളി പോകുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആ തടസ്സം നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ സൈഡിലത്തുള്ള ഈ അക്വാട്ടിക്സിന്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു കാനയുണ്ട്. ആ കാന കുറച്ച് അപ്പുറത്ത് വെച്ചിട്ട് ഡയറക്ഷൻ തുറന്ന് വിടുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള വെള്ളത്തള്ള് കുറയാൻ പറ്റും. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്. അത് കുറച്ച് കൾവെട്ടൊക്കെ പണിതിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടി വരും. ഇതിനേക്കാളും രൂക്ഷമായിരുന്നു. ഡോക്ടർമാരൊക്കെ ഈ ബെഞ്ചിന് മുകളിലും ഇതിനൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് റോഡിന്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്നായിരുന്നു വെള്ളം തള്ളി വന്നിരുന്നത്. ഇപ്പൊ അത് കോർപ്പറേഷൻ അത് പൊളിച്ചിട്ട് അത് ആ ഒരു തള്ളിച്ച് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ. തീർച്ചയായും അതിര ഇത് തന്നെയാണ്. ഈ അധികൃതരൊക്കെ വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ രോഗികളെയും മുകളിലേക്ക് മാറ്റിയിട്ടാണ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവർ പറയുന്നത് ഇത് ഞങ്ങൾ അതിജീവിക്കുവാൻ വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം ഇത്തരത്തിൽ വെള്ളം കയറുന്നത് തുടരെ തന്നെയാണ്. ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്രയധികം വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയത്. അതേപോലെ തന്നെയാണ് വീണ്ടും മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആശുപത്രിയുടെ മുൻവശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ ജീവനക്കാരടക്കം നിരവധി പേർ വലിയ വിഷമത്തോടു കൂടി തന്നെയാണ്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു. രോഗികളെ തൽക്കാലത്തേക്ക് മാറ്റി. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.